അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഒരുപാട് നാളെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കല്ലേലിയുള്ളൂ, കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. അപ്പോൾ അപ്പൂപ്പൻകാവിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ കൊക്കാത്തോട് പോകാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഒരു കരടിപ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരു ബാക്കിലൊരു അവിടെ ഒരു വെള്ളച്ചാട്ടം, ചെറുതായിട്ട് വെള്ളമുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങൾ ഇവിടെ കുറച്ച് പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇത് നമ്മുടെ എല്ലാം കോന്നി റിസർവ് ഫോറസ്റ്റ് ആണ് ഈ കാണുന്നില്ല. അപ്പോൾ ഇവിടെ അവിടെ തൊട്ടപ്പുറത്തോട്ട് മാറി ആന ഇപ്പുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ സൂം ചെയ്താൽ നമുക്കത് കിട്ടാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൻ്റെ എടുത്തില്ല. അപ്പോൾ അങ്ങോട്ടാണ് കൊക്കാത്തോട് പോകുന്നത്. ഇപ്പം വെള്ളക്കുറവ്, പക്ഷെ നല്ല മഴ സമയത്ത് അത്യാവശ്യം നല്ല ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ. ഇപ്പോൾ ഈ പോകുന്ന ഭാഗത്ത് കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് രണ്ടെണ്ണമൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുകും, അതായത് റോഡ് കോൺക്രീറ്റ് കണ്ടോ, വെള്ളം വന്നിട്ട് റോഡിൽ കൂടെ ഇങ്ങനെ ഒഴുകും. ഇവിടെ മറ്റേ വാട്ടർ ക്രോസിംഗ് ആണ്. നമ്മൾ അവിടെ അച്ചൻകോല പോയപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളതേ പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാനൊരു കാഴ്ച കാണിക്കതേ, എൻ്റെ ബാക്കിലോട്ട് വയ്ക്കതേ. ആ സ്ഥലം കണ്ടോ, അടിപൊളി സ്ഥലം നോക്കി. നല്ലൊരു അടിപൊളി ഒരു സ്ഥലം കേട്ടോ ഇത്. നിങ്ങൾ കൊക്കാത്തോട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കൊക്കാത്തോട് ഈ ഒരു റൂട്ട് യാത്ര ചെയ്യുക. എനിക്കൊന്ന് തണ്ണത്തോട് പോകുന്നതിനെക്കാട്ടി നല്ല അടിപൊളി സീനിക്കായിട്ടുള്ളൊരു സ്ഥലമാണ് തോന്നുന്നു കേട്ടോ. നല്ല റോഡും എല്ലാം സെറ്റപ്പ്. തണ്ണത്തോട് മോശമൊന്നുമില്ല, നല്ല റോഡും കാഴ്ചകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കോന്നി വരുന്നവരൊക്കെ ഈ ഒരു ഭാഗങ്ങളൊന്നും മിസ് ചെയ്യാതെ ശ്രമിക്കുക, മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ വീടുകളുണ്ട് കേട്ടോ, ആ ഭാഗത്ത് വീടുകളുണ്ട്. ഇതാണ്. അപ്പോൾ ഒരുപാട് നാളായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് ക്ഷമിക്കുക. വീഡിയോസൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഒരുപാട് ട്രാവൽ വീഡിയോസ് നമ്മുടെ ചാനൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞങ്ങളുടെ ചാനലിലോ ഞങ്ങൾക്ക് അതിനൊന്നും ഉത്തരവാദിത്തമില്ല കേട്ടോ. ഈ കുറേ കാണാനൊന്നും നമ്മൾ ഉത്തരവാദിത്തമില്ല. ഇങ്ങനെ അവിടെ ഇപ്പുണ്ട്. ആ അപ്പോൾ ഞങ്ങൾ കരടിപ്പാറ വന്നാണ്, കരടിപ്പാറ, ഈ കൊക്കാത്തുള്ള കരടിപ്പാറ. അപ്പോൾ അതിൻ്റെ പറയേണ്ട വഴി കേട്ടോ, ഈ വഴി കയറി വന്നേ. കയറി ഞങ്ങൾ ബൈക്ക് മുകളിലോട്ട് കയറി അങ്ങ് പോയി കേട്ടോ, കുറേ മുകളിലോട്ട് പോയി. അപ്പോൾ കാണുന്നില്ല. അപ്പം മുകളിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റിയോട് ചോദിച്ചപ്പോഴാണ് ആൻറ്റിയാണ് പറഞ്ഞത് താഴെയാണ്. അപ്പം ഇതിവിടെ മരം വീണെടുപ്പെന്ന് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ബോർഡോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഗൂഗിൾ മാപ്പിന് എന്തെങ്കിലും നോക്കി കണ്ടു വന്നാൽ. അപ്പോൾ ബൈക്ക് തന്നെ ഇവിടെ വെച്ച് അപ്പം എല്ലാവരും നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ മുകളിലോട്ട് പോയായിരുന്നു ബൈക്കും കൊണ്ട്. കാരണം ഇടയ്ക്ക് കുറച്ച് റോഡ് മോശമാണ്, പിന്നെ റിസ്ക് എടുക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നടന്നു വരാൻ പറഞ്ഞു. അപ്പോൾ അവർ നടന്നു വരും താഴോട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വഴി കണ്ട്, ഈ വഴി കൂടെ കയറി നടന്നു പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം.
അപ്പോൾ എന്തായാലും മുമ്പോട്ട് നടന്ന് പോവുക. അറിയത്തില്ല, പക്ഷേ ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ വളരെ കുറച്ച് ആളുകളെ വന്നിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ കല്ലേലി വന്നപ്പോഴത്തേക്കിന് ഗൂഗിൾ മാപ്പിനകത്ത് ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് നോക്കി അടുത്ത് എന്തെങ്കിലും കാണാനുള്ളത്. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. മഴയാണെന്നൊന്നും അറിയത്തില്ല. ഇതന്നെ കേട്ടോ, ഇവിടെ പാറ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം ഒന്നും ഉണ്ടെന്ന് കേട്ടോ. അതാ നമുക്കറിയത്തില്ല. എൻ്റെ ദൈവമേ. ഇവിടെ ആനപ്പെണ്ണം കിടപ്പുണ്ട് കേട്ടോ. ചെറിയ ആനയുടെയാന്ന് തോന്നുന്നു. ഇതാ വ്യൂ പോയിന്റ് കേട്ടോ. ഇതാ വ്യൂ പോയിന്റ്. ആനപ്പെണ്ണം കിടക്കുന്നത് ഒത്തിരി പഴയതാ. വ്യൂ പോയിന്റ് ഇതാണ്. പക്ഷേ നോക്കട്ടെ. പോകുന്നില്ല. ഇവിടെ ഉണ്ട് ആനപ്പെണ്ണം കേട്ടോ. അതെ, ഇവിടെ വരെയുള്ളൂ. വാ, ഇതാ ഇവിടെയൊക്കെ തീ ഇടുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് കരടിപ്പാറ വ്യൂ പോയിന്റ്. ഇത് കണ്ടോ. ഇവിടെ എല്ലാം ആന ഉപ്പുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കരടിപ്പാറ വ്യൂ പോയിന്റ്. എന്താ വ്യൂ പോയിന്റ്? അങ്ങനെ ഞങ്ങൾ അവസാനം കരടിപ്പാറ വ്യൂ പോയിന്റിൽ തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വന്ന വഴികളൊക്കെ ഇങ്ങനെ കയറി വന്ന് കേട്ടോ. അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ താഴെ കാണുന്ന സ്ഥലം കൊക്കാത്തോടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാം. അധികം നേരം നിൽക്കുന്നില്ല. ഇവിടെ കുറച്ച് റിസ്ക്കുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് റിസ്ക്കാണ്, തദ്ദേശർക്ക് റിസ്ക് ഒന്നുമില്ല. അപ്പോൾ കോന്നി വരുന്നവർ കൊക്കാത്തോട് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടൊന്ന് കരുതുക. നിങ്ങൾ സ്ഥലം കണ്ടു. ആ വഴിയല്ല. ഇതുവഴി. ഇതാ കുഴപ്പം. അതും പറയാൻ പറ്റത്തില്ല. കണ്ണടക്കാൻ ഇവ കാശ് ശ്രദ്ധിച്ചോ. കാശ് ഇടയ്ക്ക് ഇച്ചിരി പണി തരും. അവിടെ വെള്ളച്ചാട്ടം കാണാം. ആനയോ വെള്ളം കുടിക്കാനും വരും. അപ്പോൾ ഈ സ്പോട്ടുകളൊക്കെ ബഡ്ജറ്റായിട്ട് വരാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ ചാനലിലോട് കാണിക്കുന്നത്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഹെൽമെറ്റ് തന്നെ തന്നെ ഒരു പരിക്കരുത്. അപ്പോൾ ഇതാണ് കൊക്കാത്തോട്. ഇങ്ങോട്ട് KSRTC ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ബസ്സുണ്ട്. കേട്ടോ, ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഹോട്ടലൊക്കെ ഇന്ന് അവധിയാണ്, മൊത്തത്തിൽ അവധിയൊന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മൾ കൊക്കാത്തോട് വന്നിട്ട് ഇവിടുന്ന് റൈറ്റ് ഈ വഴി കുറച്ച് അങ്ങോട്ട് പോയി
ഈ കാണുന്ന കയറ്റം, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കയറ്റം കൊണ്ട് ആ കയറ്റം കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് കയറിയാണ് നമ്മൾ കരടിപ്പാറയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ അല്ല, തൊട്ട് മുകളിൽ ചേട്ടനുണ്ട്. ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് നേരത്തെ ആനശല്യം, പക്ഷേ ഇപ്പോൾ ആനശല്യമുണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോയപ്പോഴും ആനപ്പിണ്ടമൊക്കെ കണ്ടു. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടല്ലോ. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി നമ്മുടെ ഏത് വഴിയാണ് പറഞ്ഞു പോകുന്നത്, അച്ചൻകോവിലോട്ടാണ് ഒഴുകി ചെല്ലുന്നത്. ആ റോഡ് പോകുന്നുണ്ട്, വികസനമൊക്കെ നമുക്ക് അപ്പോൾ നമ്മൾ പോകുന്ന വഴി നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഇതേ ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ, നല്ല രസമുണ്ട്. അങ്ങോട്ട് പോകണോണ്ട് ഞങ്ങളിവിടെ സ്കിപ്പ് ചെയ്ത് പോയതാണ്, തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ച്. നമ്മൾ ആ അച്ചൻകോവിൽ കാട്ടണം ഇറങ്ങി പോയല്ലോ അടി. ഇത് ഫോറസ്റ്റ് കേട്ടോ ഈ കാണുന്നത്, കേട്ടോ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ തന്നെ ഇത് കേട്ടോ. പാനി തരുന്നുണ്ടേ, പാനി തരഞ്ഞേ. കാശി വെടുപ്പ് വേറെ എത്ര നനയും കേട്ടോ. ബിരിയാണി നിൽക്കുന്നത് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ അറിയാം. അപ്പോൾ ഞങ്ങളുടെ ചെസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ച് കയറുക. കാശി അതിൻ്റെ പുറകെ അവനാണെങ്കിൽ മുഴുവൻ നനച്ച്, വേറെ ഉടുപ്പൊന്നും ഞങ്ങൾ എടുത്തില്ല, നനഞ്ഞ് നാശമായി. അത് ട്രക്ക് ചെയ്യാൻ പോണോ? കയറി വാ, കയറി വാടാ മക്കളെ, കയറി വാ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായതായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. ദിസ് ഇസ് രഞ്ജിത്ത് സൈനിങ്.